പശ്ചിമബംഗാളിൽ വിശ്വസ്തരിലേറിയ കൂറുമാറിയപ്പോഴും മമതാ ബാനർജിക്ക് ആശ്വാസമായി കൂടെയുള്ളത് മഹുവ മൊയ്ത്ര അടക്കം ചുരുങ്ങിയ ചില നേതാക്കൾ മാത്രമാണ്. പക്ഷേ മഹുവയ്ക്കും ഇപ്പോൾ ഇളക്കം തുടങ്ങിയോ എന്ന ചോദ്യം TMC കേന്ദ്രങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ ബംഗാൾ മുഖ്യമന്ത്രിയും BJP നേതാവുമായ സുവേന്ദു അധികാരിയുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് മഹുവ നടത്തിയ പരാമർശങ്ങളാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ താൻ ഏറെ ദുഃഖിതയായിരുന്നുവെന്നും അന്ന് തന്നെ ആശ്വസിപ്പിച്ചത് സുവേന്ദു അധികാരി മാത്രമായിരുന്നുവെന്നാണ് മഹുവ പറയുന്നത്. നിഷാദ്, ഇതിനൊരു ഇളക്കമായി കാണണോ അതോ അവരുടെ ഒരു സൗഹൃദ ബന്ധമുണ്ട്, റിയലി അവർക്കിടയിൽ നല്ല സൗഹൃദ ബന്ധമുണ്ടെന്ന് പറയുന്നു, അതൊന്നു പരാമർശിച്ചത് മാത്രമായി കാണണോ? ആ പരാമർശവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വലിയ തോതിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങുന്നത്. അവരുടെ സ്റ്റാൻഡ് ഒന്ന് മാറ്റുന്നു, BJP-യോടുള്ള അനുഭാവം പ്രകടമാക്കുന്നു, സുവേന്ദു അധികാരി പോയ വഴിയിൽ പോകുന്നു, പാർട്ടിയെ ശുദ്ധീകരിക്കാൻ സുവേന്ദു ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് ആ നിലയ്ക്ക് വായിക്കപ്പെട്ടപ്പോഴാണല്ലോ BBC-യോട് നല്ല ട്രാൻസ്ലേറ്ററെ വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തെറ്റായിട്ടുള്ള വാർത്ത ഇന്ത്യയോട് നല്ല ട്രാൻസ്ലേറ്ററെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ തെറ്റായ വാർത്തകൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ. അതായത് അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ മാറ്റുമോ ഇല്ലയോ ഒന്നും പറയാൻ ഇപ്പോൾ ഞാനാണല്ലോ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതൊന്നും പറയാനുള്ള റിസ്ക് ഞാൻ എടുക്കത്തില്ല. പക്ഷേ അവർക്ക് BJP-യിൽ പോകൽ എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം BJP-യോട് അത്രയും അതിൻ്റെ കോറിൽ ആക്രമിച്ചിരിക്കുന്ന ഒരാളാണ് അവർ. അതായത് ആം ആദ്മി പാർട്ടിക്കാരെ പോലൊന്നുമല്ല വിമർശിച്ചത്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും നിശിതവും ഷാർപ്പും ആൻഡ് ഡെപ്തുള്ള BJP വിമർശനങ്ങൾ ലോക്സഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള ആളാണ് മഹുവ മൊയ്ത്ര. ഒരു ഘട്ടത്തിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള വൈരാഗ്യ ബുദ്ധി, രാഹുൽ ഗാന്ധിക്ക് ശേഷം മറ്റൊരാളെ ഈ ലോക്സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ വൈരാഗ്യ ബുദ്ധി BJP-യുടെ കേന്ദ്രത്തിലുണ്ടായത് ആരുടെ? മഹുവ മൊയ്ത്രയ്ക്കെതിരെയാണ്. അവരെ പുറത്താക്കിയല്ലോ ഒരു കേസിൽ ഈ എത്തിക്സ് കമ്മിറ്റി കൂടിയിട്ട്. അസാധാരണമായൊരു നടപടിയായിരുന്നു. രാഹുൽ ഗാന്ധി ഇതുപോലെ അയോഗ്യനാക്കിയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറക്കിയിടുന്നുണ്ടല്ലേ. അത്ര വൈരാഗ്യ ബുദ്ധിയിൽ BJP ഈ ശബ്ദം ഇതിനകത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച ശബ്ദമായിരുന്നു അവരുടെ. കാരണം അവരുടെ ശബ്ദം അത്രയും ഷാർപ്പായിരുന്നു. അത് പുതിയ തലമുറയെ വലിയ തോതിൽ സ്വാധീനിച്ചു, സ്ത്രീകളെ സ്വാധീനിച്ചു, രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെ എല്ലാം സ്വാധീനിച്ചതാണ്. ആ എപ്പിസോഡിന് ശേഷം അവർക്കിടയിലുള്ള അകലം കൂടുതൽ വലുതായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അവർ പോയി വീണ്ടും വിജയിച്ചു വന്നു. സോ അതുകൊണ്ട് BJP-ക്ക് അവരെ അബ്സോർബ് ചെയ്യാനും അവർക്ക് BJP-യിൽ ചെന്ന് ചേരാനും കഴിയാത്ത ഒരു അകലം, ഒരു വിടവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ശരിയാണ്, കുറേ ആൾക്കാർ TMC-യിൽ നിന്ന് പോകുന്നുണ്ട്. അവരെല്ലാം BJP-യോട് അനുഭാവമുള്ളവരായിട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മഹുവ മൊയ്ത്ര പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കാനേ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല BJP-യുടെ ഭാഗമാവുക എന്നുള്ള കാര്യം. BJP വിമർശനമാണ് അവരുടെ ഈ സെല്ലിംഗ് പോയിന്റ് എന്നൊരു സംഗതി. മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്ന് ചോദിച്ചാൽ അവർ BJP-ക്കെതിരെ ഉയർത്തിയിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള വിമർശനങ്ങളാണ്. അത് കളഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള യുവ MP ഉണ്ടല്ലോ, രാഘവ് ചദ്ദ എങ്ങനെയാണ് അപ്രസക്തനായി പോയത്, ഇല്ലാതായി പോയത്. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ സമരങ്ങൾ നടക്കുമ്പോൾ രാഘവ് ചദ്ദയാണ് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തീർന്നു പോകും. അപ്പോൾ കരിയർ അവസാനിപ്പിക്കാൻ തക്കവണ്ണം തീർന്നു പോകാൻ തക്കമുള്ള ED കേസുകളൊന്നും ഭയപ്പെടുന്നുണ്ട് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ളത് ആ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എന്തോ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു എന്നുള്ള ആക്ഷേപം മാത്രമാണ്. അതിനപ്പുറം അവർക്ക് ഇപ്പോൾ സർക്കാർ ED-യെ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ തോന്നുന്നില്ല. അതല്ല അവരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് BJP-യെ സംബന്ധിച്ച് അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവർ പോവുകയാണെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. ഇന്ന് നാളെ എനിക്കറിയില്ല. സർ, മഹുവയും കൂടി കൊണ്ടുവരാനുള്ള ഒരു ഓപ്പറേഷൻ BJP നടത്തുന്നുണ്ടാവുമോ? ഞാനങ്ങനെ കരുതുന്നില്ല. ബേസിക്കലി എനിക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. ഹിന്ദിയിലാണ്, നമുക്കത് അത്ര അങ്ങനെ ഫോളോ ചെയ്യാനും കഴിയുന്നില്ല. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളവും വായിച്ചെടുത്തോളവും അവർ ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിമതർ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അവർ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തിയിട്ട്, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയെ കുറ്റപ്പെടുത്തുക, പാർട്ടിയിൽ ഏകാധിപത്യത്തെ കുറ്റം പറയുക, അങ്ങനെയൊക്കെ നിലപാടെടുത്ത് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അവർക്കത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടാ? ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ ഒരു തരം ഇടപെടലും അവരുടെ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ആളുകളോടുള്ള പെരുമാറ്റവും പ്രശ്നങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട സമയത്ത് തുറന്നു പറയേണ്ടതായിരുന്നു. ടിക്കറ്റ് കിട്ടി, ജയിച്ചു, ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ധാർമ്മികതയില്ലായ്മയെ അവർ ചോദ്യം ചെയ്യുകയാണ് ഇൻ്റർവ്യൂവിൽ. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സുവേന്ദു അധികാരി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് ഇങ്ങനെ ആയിരുന്നില്ല. സുവേന്ദു അധികാരി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് വളരെ കൃത്യമായുള്ള കാര്യം പറഞ്ഞിട്ടാണ്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ പറയുന്നത് കൃത്യസമയത്ത് അവർക്ക്, കാരണം വെച്ചാൽ അഭിഷേക് ബാനർജി പാർട്ടിയിൽ ഉയർന്നു വരുന്ന സമയത്ത് എനിക്ക് എന്തായാലും എന്നെ ഇതിൽ കൂടുതലും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന് കണ്ട് ആ കാര്യം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അത് അങ്ങനെ പോകാനുള്ള ഒരു ധൈര്യവും സത്യസന്ധതയും ഇവർ കാണിക്കണമായിരുന്നു എന്നാണ് ബേസിക്കലി അവർ ആർഗ്യൂ ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് സുവേന്ദു അധികാരിയെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ തന്നെ പല കാര്യങ്ങൾ ഞാൻ അത്രയ്ക്ക് നിഷ്കളങ്കമായി അവർ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മൾ പറഞ്ഞിടത്തോളം ഉള്ള സംഗതി ഇപ്പോൾ പറയുമല്ലോ, പിണറായി വിജയനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പിന്നെ വി ഡി സതീശൻ അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്താണ്, എന്നാൽ തന്നെയും ഞാനിങ്ങനെ പറയുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ സുഹൃത്തായി അദ്ദേഹമായിട്ട് അടുക്കുകയാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മഹുവ മൈത്ര പറഞ്ഞത് 2014 അവർക്ക് ടിക്കറ്റ് കിട്ടാതിരുന്ന സമയത്ത് അവരോട് പിന്നെ ഏറ്റവും നന്നായി പെരുമാറിയതും ആ സങ്കടത്തിൽ ചേർന്നതുമൊക്കെ സുവേന്ദു അധികാരിയാണ്. പിന്നീട് പിന്നെ 2019 16 മത്സരിച്ചപ്പോൾ ആദ്യമായിട്ട് അസംബ്ലിയിലേക്കാണ് വരുന്നത്. മത്സരിച്ചപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് മറ്റ് തൃണമൂൽ കോൺഗ്രസിന് മറ്റ് നേതാക്കളൊന്നും തനിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനൊന്നും അധികം വന്നിട്ടില്ല, പക്ഷേ സുവേന്ദു വന്നു. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ BJP ഇപ്പോൾ പിന്നെ റാവു പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ BJP അറ്റാക്ക് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഇവർ. എന്നിട്ട് അവർ BJPയെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ ഭയങ്കര എന്താ പറയുക, ഒരു പിന്നെ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയാണ്, ഒറ്റയാൾ നിയന്ത്രിക്കുന്ന പാർട്ടിയല്ല. അതൊന്നും അത്ര സുഖകരമായ കേൾവിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊഴിച്ച് അത് ഞാൻ സത്യത്തിൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. ഒറ്റയാൾ നിയന്ത്രിക്കുന്ന പാർട്ടിയല്ല, ശരിയാണ്, 2 പേർ, മോദിയും അമിത്ഷായും 2 പേരുണ്ട്. ആ 2 പേർ നിയന്ത്രിക്കുന്ന പാർട്ടിയാണെന്ന് പറയാൻ തയ്യാറാവേണ്ടി ഇവർ. അല്ലാതെ അതിൽ ഭയങ്കര ജനാധിപത്യമാണ്, ഭയങ്കര വ്യവസ്ഥയാണെന്ന് അവർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നില്ല. അതിലെന്തോ ഒരു കല്ലുകടി എനിക്ക് ഫീൽ ചെയ്തു തന്നല്ലാതെ അകത്തോട്ട് കുത്തുന്നതാണെന്ന് തോന്നുന്നല്ലേ? അല്ല, അകത്ത് കുത്തുന്നതായിരിക്കും അവർ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പറയേണ്ടത് BJP ഭയങ്കര ജനാധിപത്യമുള്ള പാർട്ടിയാണെന്ന് അവരെ പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്? ഒരു മിനിറ്റ്, ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ ഇരുന്ന് കേട്ടു. എന്താണ് ഈ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി. അവരുടെ പോയിന്റ് അതൊന്നും അല്ല, നമ്മൾ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാതിരിയൊന്നും അല്ല അവരുടെ പോയിന്റ് പ്രധാനമായും പറയുന്നത്, ഇപ്പോൾ ഈ റെബലായിട്ട് കലാപം ഉണ്ടാക്കി പുറത്തു പോയ അവർക്ക് വേറൊരു BJPയിലേക്ക് പോകാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് കൂറുമാറ്റത്തിൽ വരുമ്പോൾ അവർക്ക് പ്രശ്നമാവും. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ രാജിവെച്ച് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കട്ടെ. ഇതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അതിനവർ പറയുന്ന ഒരു കാര്യം, 45% BJP കിട്ടിയ വോട്ട് പെർസെൻറ്റേജ്, ഞങ്ങൾക്ക് 41% അതായത് CPM തോറ്റപ്പോൾ CPM ഇല്ലാതായി പോയതുപോലെ ആ പാർട്ടി അവിടെ നിന്ന് ഇല്ലാതായി പോയിട്ടില്ല. അവർ വോട്ട് ഷെയർ അവിടെ തന്നെയുണ്ട്. അവർക്ക് ഇനിയും വിന്നബിലിറ്റി സാധ്യതയുണ്ട്. അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എനിമിയാണ്? മുമ്പ് തൃണമൂൽ കോൺഗ്രസ് വാജ്പേയി സർക്കാരിൽ ഭാഗമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് BJP എനിമിയാണെന്ന് അവർ വിശദീകരിക്കുന്നിടത്താണ് ഈ BJP അവർ വിശദീകരിക്കുന്നത്. അതായത് BJPയും RSSും പറയുന്നത്, ഞങ്ങളെല്ലാം ഇല്ലാതായാലും ഹിന്ദുത്വം നിലനിൽക്കും, ഞങ്ങൾ 100 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും പുറത്തേക്ക് വരും. അത് ആ പാർട്ടിയുടെ പ്രത്യേകതയാണ്, അതിൻ്റെ കേഡർഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. ബാക്കി കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ടികളൊക്കെ ഒരാൾ നയിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മമതാ ബാനർജിയുടെ ഈ ശക്തി തന്നെയാണ് അവരുടെ വീക്ക്നെസ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. മമതാ ബാനർജിക്ക് ശക്തിയുണ്ട്. ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അയാളെ പരമാവധി പരിഗണിക്കുക. അയാൾ അത്ര യൂസ്ഫുൾ അല്ല, അയാൾ അത്ര കാര്യപ്രാപ്തിയുള്ള ആളല്ല എങ്കിൽ പോലും ആയിരിക്കട്ടെ എന്നൊരു സൗമ്യശീലം അവർക്കുണ്ട്. അത് അവരുടെ ശക്തിയാണ്, അതേപോലെ ദൗർബല്യമാണെന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പോലെ അവർ BJPയെ പുകഴ്ത്തുകയോ സുവേന്ദു അധികാരിയെ സൂചിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ അതിനിശ്ചിതമായി BJPയെ വിമർശിച്ചുകൊണ്ടാണ് ആ അഭിമുഖം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് വാജ്പേയിയുടെ കാലത്തെ BJP അല്ല ഇപ്പോഴത്തെ BJP എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.